വളരെ നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഡലിയും ദോശയാണ്. അപ്പോൾ ഇഡലിക്കും ദോശയ്ക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പച്ചരിയും ഉഴുന്നും കുതിർത്ത് വെച്ചിട്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് ഇഡലിയും ദോശയും തയ്യാറാക്കുന്നത്. ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി ഉഴുന്നും വെച്ചിട്ടുള്ള ഒരു ദോശയാണ്. ഈ ദോശയും ഇഡലിക്കും ഒരു വ്യത്യാസവും ഇല്ല, വളരെ നല്ല സോഫ്റ്റാണ്. അപ്പം ജോലിക്കാർക്കൊക്കെ വളരെയായിട്ട് ഇത് യൂസ്ഫുള്ളായിട്ടൊരു മെത്തേഡാണ്. ഇപ്പം നമ്മൾ പച്ചരി കുതിർക്കാൻ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ഇഡലിയും ദോശയും തയ്യാറായി കിട്ടും. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 കപ്പ് ഇടിയപ്പപ്പൊടി, ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ഇടിയപ്പപ്പൊടി, ഇടിയപ്പപ്പൊടി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺസിൻ്റെ 1 കപ്പ് ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി കൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അരിപ്പൊടി, ഈ ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായി കഴുകി 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ടീസ്പൂൺ അവലാണ്, വെള്ളയവലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും ഉപയോഗിക്കാം. അപ്പോൾ വെള്ളയവലാണെങ്കിൽ കുറച്ച് നല്ല വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉഴുന്ന് അരയ്ക്കാം. ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലോട്ട് അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് നികത്തി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് വെള്ളം കൂടി പോയേക്കരുത്. അത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇന്നും ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് അവലൂടെ ചേർക്കുവാണ്. കുറച്ച് വെള്ളത്തിൽ കൂടെ ഒന്നുകൂടെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ചെയ്യാനുള്ള അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതിലോട്ടിട്ട് ഞാനൊന്ന് അടിക്കുകയാണ്. അപ്പം വളരെ നല്ലൊരു ബാറ്റർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്കറിയാം ഇഡലിയും ദോശയുടെ ഒക്കെ മാവെന്ന് പറയുന്നത് നന്നായിട്ട് ഉള്ള ഒരു കട്ടയൊന്നും ഇല്ലാത്ത മാവായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതിയാണ് ഇടുന്നത്. ഒന്നിച്ചിടരുത്, ഒന്നിച്ചിട്ടടിച്ചാൽ ഇത് അരയത്തില്ല. അപ്പം ഇതിൻ്റെ പകുതി ഇതിലോട്ട് ചേർക്കുവാണ്. ഇപ്പം ചെറിയ മിക്സി ആണെങ്കിൽ 2ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് അടിച്ചാൽ മതി. ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുവാണ്. ഇപ്പം പകുതി അരിപ്പൊടി ഇട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പകുതി മാവ് നമ്മൾ പൊങ്ങാനായിട്ട് ഒരു പാത്രം വെക്കണം. അപ്പം അതിലോട്ട് ഞാനിത് ഒഴിക്കുവാണ്. പകുതി ഒഴിക്കുക, കാരണം നമുക്ക് കുറച്ചുകൂടി അത് അരയ്ക്കാനുണ്ട്. ബാക്കിയുള്ളത് കൂടെ ഫുള്ള് അരിപ്പൊടി നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ മൊത്തം അരിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഇതിനെ നികത്തി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഒരുപാട് കൂടി പോകരുത്, കാരണം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മാവ് പൊങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് വെള്ളം കൂട്ടി ചേർക്കാം. പക്ഷെ ഒരുപാട് വെള്ളം കൂടി പോയിട്ടുണ്ട് ഒരിക്കലും നമുക്കിത് അരയ്ക്കാനും പറ്റത്തില്ല, ഭയങ്കര പാടാണ്. അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ഇട്ടിരിക്കുന്ന സാധനത്തിൻ്റെ കുറച്ചുകൂടെ മേളിൽ നിന്ന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇപ്പം നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ശേഷം ഇത് ഇതിലോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കൈ കൊണ്ട് ഇളക്കുമ്പം ഒരുപാട് നല്ലതാണ്, നമ്മുടെ മാവ് പൊങ്ങാനായിട്ട് ഒത്തിരി സഹായിക്കും കൈ കൊണ്ട് ഇളക്കുന്നത്. സ്പൂണ് കൊണ്ട് ഇളക്കുന്നേക്കാളൊക്കെ കൈ കൊണ്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപ്പിടുന്നില്ല, ഉപ്പ് ഞാൻ മാവ് പൊങ്ങിയതിന് ശേഷം ഉപ്പിടുന്നുള്ളൂ. ഉപ്പിട്ടാലും പൊങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഞാനിത് ഓവനിലൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. പുറത്തെ ടെമ്പറേച്ചറിൽ തന്നെ ഇത് പൊങ്ങിക്കൊള്ളും. അപ്പം ഒരു 10-12 മണിക്കൂർ എടുക്കും, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം മാവ് നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാവ് പൊങ്ങാനായിട്ട് ഇത് അടച്ച് വെക്കണം. അതിന് ശേഷം നമുക്ക് മാവ് പൊങ്ങാനായിട്ട് റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മാവ് പൊങ്ങിയതിന് ശേഷം സോഫ്റ്റ് ദോശയും ഇഡലിയും തയ്യാറാക്കാം. നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കാം. ഇളക്കുമ്പം ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി.
അപ്പോൾ ആദ്യം ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് ഈ തട്ടയിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് തടവാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് പാത്രത്തിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 4 ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് മാവ് എടുത്ത് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം മോൾക്ക് ദോശക്കാലും പ്രിയം ഇഡ്ഡലി ആയതുകൊണ്ട് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് 4 ഇഡ്ഡലി തയ്യാറാക്കുവാണ്. 5 മിനിറ്റ് കൊണ്ട് അത് അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇരുമ്പ് ദോശക്കല്ല് ഉണ്ടാക്കുമ്പം ദോശയ്ക്ക് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വളരെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നപ്പം കൊണ്ടുവന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ദോശ ഉണ്ടാക്കാം. ദോശ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ടിയായിട്ടോ നൈസായിട്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഡലി വെന്തോന്ന് നോക്കാം നമുക്ക്. ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് അതേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും അരിപ്പൊടി ഇടുന്നത് കൊണ്ട് എങ്ങനെ തയ്യാറാക്കുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ട വളരെ നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ എൻ്റെ അറിയത്തുള്ളൂ. വളരെ സിമ്പിളാണ്. ജോലിക്കാർക്കൊക്കെ ബാച്ചിലേഴ്സിനും ഒക്കെ ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വളരെ നമ്മൾ പച്ചരി കുതിർക്കാൻ മറക്കുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ വളരെ ഈസി മെത്തേഡാണ്. ഞാൻ നിങ്ങൾക്ക് വേണം മുറിച്ചൊന്ന് കാണിച്ചു തരാം. വളരെ നല്ല സോഫ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലത്തെ നല്ല വെറൈറ്റി റെസിപ്പിയായി ഡോണ കിച്ചണിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.